അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന പള്ളിപ്പാനയുടെ 3-ാം ദിവസമായ ഇന്നത്തെ പ്രധാന ചടങ്ങ് ഇടുപണമിടൽ എന്നതാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ കോഴിയെ കുഴിച്ചിടുന്ന ദിവസം പള്ളിപ്പാനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും ഒരുപോലെ കാണാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു ചടങ്ങ്. ഈ പ്രധാനപ്പെട്ട ചടങ്ങ് നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും അവിടെ ജനസാഗരമായിരുന്നു. പിന്നെ അവിടെ ഘടിപ്പിച്ചിട്ടുള്ള LED സ്ക്രീനിലൂടെയാണ് എനിക്കിത് കാണാൻ സാധിച്ചത്. തൊട്ടടുത്താണ് ഇത് നടക്കുന്നപ്പോൾ നമുക്ക് അത്രയും ആൾക്കാരുള്ളതുകൊണ്ട് നേരിട്ട് കാണാൻ പറ്റിയില്ല. പക്ഷെ അനുഗ്രഹീതമായ ആ നിമിഷത്തിൽ ആ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ആ ചടങ്ങുകളിൽ പങ്കെടുക്കാനായി എനിക്ക് സാധിച്ചു. 2002, 2014, ഇപ്പോൾ 2026 ഈ 3 പള്ളിപ്പാനയിലും അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്ക് പള്ളിപ്പാനയിലേക്ക് കോഴിയെ സമർപ്പിക്കാൻ ഭാഗ്യം ലഭിച്ച വ്യക്തി ഉണ്ണിച്ചേട്ടൻ. അമ്പലപ്പുഴക്കാർക്ക് ഉണ്ണിച്ചേട്ടൻ സുപരിചിതനാണ്. വാനാൽ കോഴിയെ ദേശപ്രമാണികൾക്ക് കൈമാറുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേശപ്രമാണി ഇതിനുശേഷം പള്ളിപ്പാനയുടെ മുഖ്യ ആചാര്യനായ മാന്നാർ ഉണ്ണികൃഷ്ണന് കൈമാറും. കഴിഞ്ഞ 22 വർഷങ്ങളായി ഇദ്ദേഹം ഈ പള്ളിപ്പാനയിൽ പങ്കെടുക്കുന്നു. ഭീഷ്മരൂപ ആവാഹനം അല്ലെങ്കിൽ ഇടുപണബലി എന്നതാണ് ഇതിൻ്റെ യഥാർത്ഥ പേര്. പള്ളിപ്പന്തലിൻ്റെ മുന്നിൽ തെക്കു വടക്കായി കുഴിയെടുത്ത് 7 സമുദ്രങ്ങളിൽ നിന്നും ശേഖരിച്ച മണ്ണും ജലവും കൊണ്ട് തേക്കിൻ പലകമേൽ ഭീഷ്മരൂപം നിർമ്മിച്ച് കുഴിക്ക് മുകളിലായി സ്ഥാപിക്കും. വാനാൽ കോഴിയെ ഉഴിഞ്ഞ് കുഴിയിൽ നിക്ഷേപിക്കും. ഈ ചടങ്ങ് നേരിൽ കാണാനും അനുഗ്രഹം ലഭിക്കാനായി അവിടെ എത്തിച്ചേർന്നത് ആയിരക്കണക്കിന് ഭക്തജനങ്ങളായിരുന്നു. കർമ്മികളുടെ പൂജയ്ക്ക് ശേഷം അമ്പരഗംഗ എന്ന സങ്കല്പത്തിൽ മുകളിൽ കെട്ടിത്തൂക്കുന്ന കലശകുടത്തിൽ നിന്ന് നൂല് കെട്ടി ശരശയിൽ കിടക്കുന്ന ഭീഷ്മർക്ക് കുടിനീര് കൊടുക്കും. 15-ാം നാളിൽ കാപ്പഴിക്കുമ്പോൾ കോഴി ജീവനോടെ ഉണ്ടാകണം എന്നാണ് വിശ്വാസം. ഇത്രയും വ്യത്യസ്തമായ ഒരു ചടങ്ങ് ഞാൻ നേരിൽ ഇന്ന് വരെ കണ്ടിട്ടില്ല. 2002 ചെറുപ്പകാലത്താണ് ഞാൻ ആദ്യമായി ഈ ചടങ്ങ് കാണുന്നത്. അന്ന് ഇതിനെപ്പറ്റിയുള്ള അറിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ഈ 2026 ഇത് കാണുമ്പോൾ ഇത്രയ്ക്ക് വ്യത്യസ്തമായൊരു ചടങ്ങ് എനിക്ക് ഇന്ന് വരെ വേറെ എവിടെയും കാണാൻ സാധിച്ചില്ലെന്നതാണ് സത്യം. പല പല നാടുകളിൽ നിന്നുള്ള ഭക്തജനങ്ങളാണ് അവിടെ എത്തിച്ചേരുന്നത്. പള്ളിപ്പാനെ പറ്റിയുള്ള എൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. ആദ്യം 3 വീഡിയോകൾ തന്ന സപ്പോർട്ടിനും എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. ഇതുവരെ തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും നന്ദി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.